സുഭാവ വ്ളോഗ്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിജയദശമി ദിവസം എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം വിജയദശമി കഴിഞ്ഞിട്ട് ഇപ്പം ഒരു 1.5 ആഴ്ചയിട്ടുണ്ടാവും. പക്ഷേ എനിക്കിപ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഒത്തിണങ്ങി വന്നത്. സോ നമ്മുടെ വിജയദശമി ദിവസം എന്തൊക്കെ ഉണ്ടായി, എന്തൊക്കെ കലാപരിപാടികളാണ് നമ്മുടെ വീട്ടിൽ നടന്നത് എന്നുള്ള ഒരു ചെറിയൊരു വിഷ്വലാണ് എന്നുള്ളത്. അപ്പം നമ്മൾ ബുക്ക് പൂജ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും വസുവും ഏട്ടനും വല്യച്ഛനും കൂടിയാണ് കേട്ടോ വീടിനടുത്തുള്ളൊരു ക്ഷേത്രത്തിലേക്ക് വന്നത്. അപ്പോൾ വസു ഫസ്റ്റ് ടൈമാണ്. അപ്പം ഇതിന് മുന്നേ നമ്മൾ ബുക്ക് ഇതുപോലെ പൂജ വെച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ വർഷം വസു സ്കൂളിൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. വർഷമാണ് വസു സ്കൂളിൽ ചേർച്ചത്. അപ്പം സ്കൂളിൽ ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതനുസരിച്ച് ബുക്ക് നമ്മൾ പൂജ വയ്ക്കാനായിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നു. വസുവിന് ഇതിനെക്കുറിച്ച് യാതൊരുവിധ ഐഡിയ ഇല്ല, എന്തിനാണ് വന്നത്. ബുക്ക് കൊടുത്തത് വസു അറിഞ്ഞിട്ടില്ല. വസു ഉറങ്ങിയ എന്ത് സമയത്താണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ബുക്ക് എടുത്തിട്ട്. ഇപ്പോൾ അവൻ അറിഞ്ഞിട്ടില്ല ബുക്ക് ഞാൻ കവർ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന കാര്യം. അപ്പോൾ ഇത് മേടിക്കാൻ വന്നപ്പോൾ ഇത് എപ്പോഴും ഞാൻ അമ്മ കൊണ്ടുവന്നു എന്നാണ് കേട്ടോ അവനോട് ചോദിക്കുന്നത്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴേക്കും നമ്മുടെ ടേണായി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബുക്കൊക്കെ പോച്ചയുടെ കയ്യിൽ നിന്ന് ദക്ഷിണ കൊടുത്ത് മേടിച്ചു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ലഡുവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വസു ഒന്നും കഴിച്ചിട്ടില്ല, പാല് മാത്രം കുടിച്ചിട്ടാണ് വന്നത്. കഴിക്കാൻ പറഞ്ഞിട്ട് കഴിച്ചില്ല. അപ്പം വിശന്ന് തുടങ്ങിയതുകൊണ്ട് അത് ഞാൻ കഴിച്ചോട്ടെ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന്. അതിനൊക്കെ ശേഷം അവിടെ തട്ടത്തിൽ അരി വെച്ചിട്ടുണ്ടായിരുന്നു. ഹരി എഴുതാൻ വേണ്ടിയിട്ട് അരി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വസുവിനെ ഞാൻ കൈ പിടിച്ച് ഹരി എഴുതിച്ചു. വസുവിനെ ഫസ്റ്റ് എഴുത്തിനിരുത്തിയപ്പോൾ വസുവിനെ ആദ്യാക്ഷരം കുറിച്ചത് അടൂർ ഗോപാലകൃഷ്ണൻ സാറായിരുന്നു കേട്ടോ. നമ്മൾ ട്രിവാൻഡ്രത്ത് മനോരമയുടെ ഓഫീസിൽ കൊണ്ടുവന്നിട്ടായിരുന്നു വസുവിന് വിദ്യാരംഭം കുറിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പം അടുത്ത വർഷം എനിക്കാണ് വസുവിനെ എഴുതിക്കാൻ യോഗം ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം കാർഡ് ബോർഡിലും ഹരി ശ്രീ ഗണപതായ നമ അത് നമ്മൾ അതിനുശേഷം പിന്നെ വല്യശ്ശാവൻ്റെയിലേക്ക് ബുക്ക് കൊടുത്ത് വസു ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ്. ബുക്കൊക്കെ കിട്ടിയതിൻ്റെ ഒരു ഹാപ്പി. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ നമ്മുടെ കൂടി വരണില്ല. അവൻ വല്യച്ഛൻ്റെ കൂടി വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. അവൻ വല്യച്ഛൻ്റെ കൂടെ അങ്ങ് പോയി. പിന്നെ വീട്ടിൽ വന്ന് ഫുഡ് കൊടുക്കാൻ എന്നിട്ടുള്ള അടികിട്ടി ബഹളത്തിൻ്റെ പുറത്താണ് വസു ഇങ്ങനെ ഓങ്ങനപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ കഴിക്കാനിരുന്നു. എനിക്ക് ദോശ പഞ്ചസാര എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഈ പലഹാരങ്ങൾ എന്തെങ്കിലും പഞ്ചസാര കൂട്ടി കഴിക്കുന്നത് അത്ര നല്ലതല്ല, എന്നാലും ഞാൻ കഴിക്കും. സോ അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിനൊക്കെ ശേഷം നമ്മൾ ഒരിടം വരെ പോവാനായിട്ട് റെഡിയായി. നമുക്ക് ഹൗസ് ബോട്ടിൻ്റെ അടുത്ത് വരെ പോകേണ്ട ഒരു വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ മസ്റ്റായിരുന്നു അതിന് വേണ്ടിയിട്ട്. അപ്പം അച്ഛനെയും കുട്ടി നമ്മൾ 4 പേരും കൂടിയാണ് കേട്ടോ വന്നത്. അപ്പം പോകും വഴി ഈ മനോഹരമായ കാഴ്ച നെൽപ്പാടം. അങ്ങനെ നമ്മൾ ഹൗസ് ബോട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് വന്നതിന് ശേഷം വസുവിന് അങ്ങോട്ട് കയറിയാലും മതി എങ്ങനെയെങ്കിലും. അങ്ങനെ വസു അവിടെ കുറേ നേരം അവിടെ നിന്ന് കളിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് സ്റ്റാർട്ട് ചെയ്യണ സ്ഥലമാണെന്ന് തോന്നണം. ഇങ്ങനെ കൊണ്ട് നിർത്തിയത്. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്കിനെ കള്ളു ചെത്താൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു അത്യുഗ്രൻ കാഴ്ച. അതിൻ്റെ മൂട്ടിലാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. വസു അവിടെ കിടന്ന് ആക്കറി ബക്കറി എല്ലാം എടുത്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വെയിൽ സഹിക്കാൻ വയ്യാതായപ്പോൾ ഞാൻ അവിടെ നിന്ന് പതുക്കെ വിട്ടു. എൻ്റെ പുറകിൽ ബാക്കി എല്ലാവരും വരുന്നുണ്ട്. ഭയങ്കര വെയിലായിരുന്നു, അവിടെ നട്ടപ്പൊരി വെയിൽ. പിന്നെ നമ്മൾ കാറിൽ കയറിയിരുന്നതിന് ശേഷം ഈ ഓളങ്ങൾ കണ്ട് ആസ്വദിച്ചു. നല്ല രസമാണ് കേട്ടോ. ഇത് അങ്ങോട്ട് ഇങ്ങനെ സ്പീഡ് ബോട്ടൊക്കെ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് നമ്മുടെ വന്ന ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം നമ്മൾ നേരെ ബിരിയാണി മേടിക്കാൻ വന്നു കേട്ടോ. ഇന്നോടല്ലേ ഇവിടുത്തെ ബിരിയാണി കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞപ്പോൾ അമ്മ ചോറിട്ടാക്കിയിട്ടെങ്കിലും ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടുത്തെ ബിരിയാണി മതി എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് അച്ഛനെ കറക്കി ഒരു ബിരിയാണി മേടിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ പോയത്. വീട്ടിൽ പോയി നല്ല സൂപ്പർ ബിരിയാണി കേട്ടോ അവിടുത്തെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വസുവിന് വെയിലത്ത് പോയി കളിക്കണം. അപ്പം അതിന് ഞാൻ വഴക്ക് പറഞ്ഞു. എൻ്റെ പേരിൽ അമ്മാമ്മ എടുത്ത് വന്നിരുന്ന വസു പരാതി പറയുന്ന സീനാണ്. ഞാൻ വഴക്ക് പറഞ്ഞു, പോവണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വല്യച്ഛൻ ജോലിക്ക് പോകാണ്ട് റെഡി ആയിട്ട് വന്നു. വല്യച്ഛൻ പോകുന്നു എന്ന് പറഞ്ഞ് വസുവിനെ സമാധാനപ്പെടുത്തുകയാണ് ഉമ്മയൊക്കെ കൊടുത്ത്. അങ്ങനെ ഇനി വല്യച്ഛൻ വൈകിട്ട് വരുമ്പോൾ നമ്മൾ കാണില്ല. സ്വന്തക്കാരനെ നമ്മൾ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അതിനൊക്കെ ശേഷം വൈകുന്നേരം ആയപ്പോൾ ചായ ഉണ്ടാക്കി. ചായയുടെ കഴിക്കാൻ ഉണ്ണിയപ്പം. അങ്ങനെ ചായയല്ല കോഫി. അമ്മ ഏതോ ഒരു കോഫി പൗഡർ പുതിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അങ്ങനെ ചായ കുടിപ്പിനൊക്കെ ശേഷം അമ്മ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ നല്ല മീൻ പൊരിക്കുന്നു. അപ്പോൾ നമുക്ക് കൊണ്ടുപോകാനുള്ള ഐറ്റംസാണ് കേട്ടോ. അപ്പം ഞാൻ വീട്ടിലേക്ക് പോരുമ്പോൾ ഇതുപോലെ ചോറും കറിയൊക്കെ എടുത്തിട്ട് വരും. പിന്നെ വന്നിട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം അമ്മ ഉണ്ടാക്കുന്നത് കഴിക്കാൻ ഒരു കൊതിയാണല്ലോ.
അപ്പം ഈ കൂട്ടാനും എടുത്തു. പിന്നെ പോരാത്തതിന് കുറേ കാന്താരി മുളകും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിതിങ്ങനെ വിനാഗിരിയിലിട്ട് വയ്ക്കാറുണ്ട്, നന്നായിട്ടിരിക്കുക. എന്നിട്ട് അതിനകത്ത് ഞാൻ മെഴുക്കുവരട്ടിക്കലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ പോവാനായിട്ട് എല്ലാം പാക്ക് ചെയ്ത് ചോറും കറികളും പിന്നെ അച്ഛൻ സ്നാക്സൊക്കെ വാങ്ങിച്ചു തന്നു. ഇത്രയും സാധനങ്ങൾ പോരാഞ്ഞിട്ട് ഞാൻ ഒരു ചെടിച്ചട്ടിയും കുറച്ച് ചെടികളും കൂടെ അതിനകത്ത് കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ എന്നെ കിടന്ന് വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വസു ഇവിടെ കിടന്ന് വസുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ബായ് പറയുന്ന സീനാണ് കേട്ടോ. വസുവിന് പോകുന്നതിൻ്റെ ഒരു വിഷമമുണ്ട്, എക്സൈറ്റ്മെൻ്റ് എന്നാണ് പറയാൻ വന്നത്, വിഷമമുണ്ട്. പിന്നെ അത് മറച്ചു വയ്ക്കാൻ വേണ്ടി കുറേ കളിയും കാണിക്കുന്നുണ്ട്. ആദ്യം വരണില്ല, നിങ്ങൾ പൊയ്ക്കോ എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ വസു ഒരുവിധം നമ്മൾ കുറേ ഫേക്ക് പ്രോമിസുകൾ കൊടുത്താണ് വസുവിനെ കൂട്ടി. അങ്ങനെ അവിടുന്ന് എല്ലാവരും ബായ് പറഞ്ഞ് നമ്മൾ കാറിൽ കയറിയിട്ടാ. കുറച്ച് വിഷമാണ് ഈ പോക്ക്, എന്നാലും നമുക്ക് തിരിച്ചു പോയിരിക്കാൻ പറ്റൂലല്ലോ. സോ അപ്പം ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ചു. വീട്ടിൽ നിന്ന് ഓൾറെഡി നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങിയത്. അപ്പം കുറേ നേരത്തെ ഇപ്പോൾ ഒരു മന്തിപ്പ് തോന്നിയപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് കയറി കേട്ടോ. പക്ഷെ ആ ചായ എന്ന് പറഞ്ഞൊരു അട്ടർ ഫ്ലോപ്പ് ചായയായിരുന്നു. ഒരു വല്ലാത്തൊരു ചൊവയും ഒരു ചായയുടെ ഒരു ഫീലിങ്ങും ഇല്ലാത്ത ഒരു പൊട്ടച്ചായ. എൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാവും. അപ്പം ഞാൻ ഏട്ടനത് ചോദിക്കുന്നത് എന്തിനാണ് ഇവിടെ നിന്ന് മേടിച്ചത്, കൊള്ളൂല്ല എന്ന്. പിന്നെ പൈസ കൊടുത്ത് മേടിച്ചതല്ലേ എന്ന് വിചാരിച്ച് ഒരുവിധം കുടിച്ച. അങ്ങനെ നീണ്ട 4-5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ദ്വാരകാപുരിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഈ സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്യുന്ന ടാസ്ക്കാണ് ഈ കാണുന്നത്. ഓരോ സാധനങ്ങളായിട്ട് ഏട്ടൻ സിറ്റ് ഔട്ടിൽ കൊണ്ടുവച്ചു. ബാക്കി ഞാനാണ് അകത്തേക്ക് കൊണ്ട് ഡംപ് ചെയ്യണത്. വസു ഒരുവിധം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വസു കാറിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വസുവിനെ കൊണ്ട് ഞാൻ കിടത്തി. എന്നിട്ടാണ് ഞാൻ ഈ പരിപാടിയിലേക്ക് നിന്നത്. അല്ലെങ്കിൽ വസു ഭയങ്കര കരച്ചിലായിരിക്കും. അങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പെറുക്കി കയറ്റി വീടിനകത്തൊക്കെ വെച്ചതിന് ശേഷം കുറേ നേരം ഇങ്ങനെ ഇരുന്നു ആലോചിക്കുകയാണ്, എന്തൊക്കെയൊക്കെ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് സുബാബ വ്ളോഗ്സ്.